തേജസ്വി ബിഹാറിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി പോകുമ്പോൾ ആ വഴിയെ ഒന്നിച്ചൊന്ന് നടക്കാൻ പോലും ശ്രമിച്ചില്ലേ എന്നുള്ളതാണ്. RJD 24, കോൺഗ്രസ് 1, VIP 1, ലെഫ്റ്റ് 1. അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളുടെ വോട്ട് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് പോസ്റ്റൽ ബാലറ്റിൽ കിട്ടുന്നത്. എത്ര ദയനീയമായ പെർഫോമൻസ് ആണ് പോസ്റ്റൽ ബാലറ്റിൽ. ഇതിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ബീഹാറിലെ രാഷ്ട്രീയത്തിന് ഏറെക്കുറെ അവസാനമായി എന്ന് പറയേണ്ടി വരും. പകരം അവിടെയുള്ളത് ഇനി BJP വേഴ്സസ് RJD എന്ന മട്ടിലേക്ക് മാറും. NDAയിൽ JD ആണ് ലീഡ് ചെയ്യുന്നത്. NDAയിൽ BJP-യേക്കാൾ JDU ലീഡ് ചെയ്യുന്നു. അതെ, ഒറ്റ വ്യത്യാസം 53-30 എന്ന രൂപത്തിലേക്ക് മാറുന്നു. 53 NDA ലീഡ് ചെയ്യുകയാണ്. 30 തേജസ്വി എന്ന് പറയേണ്ടി വരും. വിജയിച്ചിട്ടും പരാജയപ്പെട്ടു പോയ രാജകുമാരനായി മാറുമോ തേജസ്വി എന്നുള്ളതാണ് ചോദ്യം. ഒറ്റയ്ക്ക് ഇത്രയും വലിയ പെർഫോമൻസ് RJD കാഴ്ചവെക്കുന്നു. ഇപ്പോഴത്തെ RJD 24, BJP 24, JDU 24. അതെ, കോൺഗ്രസ് ചിത്രത്തിലില്ല. കോൺഗ്രസ് പോസ്റ്റൽ ബാലറ്റിൽ ചിത്രത്തിലില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മളെ വേദനിപ്പിക്കുന്നതുമായ ഘടകം. അതേസമയം 24 RJD 24, BJP 24, JDU 24. മുന്നിൽ RJD ആണ് മുന്നിൽ. പക്ഷേ സഖ്യം വരുമ്പോൾ മഹാഗഠബന്ധൻ പിന്നിൽ. പാർട്ടിയിൽ RJD മുന്നിൽ വരികയും സഖ്യത്തിൽ മഹാഗഠബന്ധൻ പിന്നിലേക്ക് പോവുകയും ചെയ്യുന്ന വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇത് കണ്ടുകൊണ്ട് തേജസ്വി അത് വിരിക്കുന്നുണ്ടാവും. പക്ഷേ മറുഭാഗത്ത് നോക്കൂ, RJD 27 ഇടങ്ങളിൽ ലീഡ് ചെയ്യുമ്പോൾ BJPയും JDUവും 24 ഇടങ്ങളിൽ വീതമാണ് ലീഡ് ചെയ്യുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി RJD. സെഞ്ചുറി അടിച്ചിട്ടും ടീം തോറ്റുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് 27 കേട്ടോ RJD ലീഡ്. ഈ കളിയുടെ മാൻ ഓഫ് ദി മാച്ചായി തേജസ്വി യാദവ് വരുമോ എന്നുള്ളതാണ് ചോദ്യം. മാൻ ഓഫ് ദി മാച്ചായിട്ടും ട്രോഫി നഷ്ടപ്പെട്ടു പോകുന്ന കളിക്കാരന്റെ അവസ്ഥയാണ് ഇപ്പോൾ. കഴിഞ്ഞ തവണയും അത് തന്നെയായിരുന്നില്ലേ? പക്ഷെ അപ്പോഴും കോൺഗ്രസിൽ അവിടെ 19 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇതാ നോക്കൂ, ഇത് ദയനീയമായ ടാലിയല്ലേ. പോസ്റ്റൽ ബാലറ്റിലെ വളരെ ദയനീയമായ ടാലിയാണ് ആദ്യം കാണുന്നത്. കോൺഗ്രസ് ഒരിടത്ത് മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പോസ്റ്റൽ ബാലറ്റ് മാത്രമാണ് ആണെങ്കിൽ പോലും 27 ചിത്രത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൽ എന്നുള്ളതാണ്. അപ്പുറത്ത് 57ലേക്ക് എത്തുമ്പോൾ BJP 28-ലും JDU 24 സീറ്റിലും ലീഡ് ചെയ്യുന്നു. അപ്പോൾ JDUവിനേക്കാൾ മികച്ച പെർഫോമൻസ് ഇപ്പുറത്ത് എടുക്കുന്നുണ്ട് RJD. പക്ഷേ എന്ത് ഫലം എന്ന ചോദ്യം ഇവിടെ നിൽക്കുകയാണ്. പോസ്റ്റൽ ബാലറ്റാണ്. EVM വരുമ്പോൾ ഒരുപക്ഷേ കോൺഗ്രസ് മെച്ചപ്പെടുത്തിയത്. RJD 27 അതാണ്. ഇനി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. പോസ്റ്റൽ ബാലറ്റിൽ കോൺഗ്രസ് തകർന്നടിയുന്ന ദയനീയമായ കാഴ്ച കാണുന്നു. പക്ഷേ RJDയുടെ കുതിപ്പുണ്ടാവുന്നു. ഏറ്റവും മികച്ച പെർഫോമൻസുമായി RJD മുന്നിലേക്ക്. BJP JDU 30 JDU 24. BJP നിതീഷ് കുമാർ ഭയന്നതുപോലെ തന്നെ സംഭവിക്കുന്നു. BJP കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ JDUവിനെ മറികടക്കാനുള്ള സാധ്യതയുണ്ട്. RJD 29 സീറ്റുകളിൽ ലീഡ്. 32-ഉം 61 നേർ പകുതിയായി മാറുകയാണ്. നിങ്ങൾ കേരളത്തിലാറായിട്ടില്ല RJD എന്നുള്ളതാണ് RJDയുടെ തേരോട്ടം പറയുന്നത്. പക്ഷേ RJDക്ക് പങ്കാളിയെ കിട്ടിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പുറത്ത് നിന്ന് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന കരുത്തനായ ഒരു നോൺ സ്ട്രൈക്കിംഗ് എൻഡിൽ നിൽക്കുന്ന ഒരാളെ കിട്ടിയിട്ടില്ല. കൂട്ടുകെട്ട് ദുർബലമാകുന്നു. എന്നാൽ ഒറ്റയ്ക്കുള്ള പെർഫോമൻസിൽ RJD മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. കോൺഗ്രസിന്റെ പിന്തുണ RJDക്ക് 35-കാരന് ചെയ്യാവുന്ന ബെസ്റ്റ് ഇപ്പോൾ തേജസ്വി ചെയ്യും. 100%. 29 ഇടങ്ങളിൽ RJD. നോക്കൂ, ഈ ടാലി വെച്ച് നോക്കൂ. BJP 31 ഇടങ്ങളിൽ, JDU 25 ഇടങ്ങളിൽ, 61-32 നേരെ പകുതിയിലേക്ക് മാറുന്നു. NDA 61, മഹാഗഠബന്ധൻ ഇന്ത്യ സഖ്യം 32 എന്നുള്ളതാണ് കണക്ക്. ഏറ്റവും പുതിയ ടാലി വരുന്നു. 64ലേക്ക് വരുന്നു NDA. 64-32.